ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ 10ന്റെ റിസൾട്ട് SSLC റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മ നമ്മുടെ റിലേറ്റീവ്സിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് 10ാം ക്ലാസ് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം അവരുടെയൊക്കെ റിസൾട്ട് അറിയാൻ വേണ്ടി എൻ്റെ അമ്മ, ഞാൻ പറയണം വേറെ ആരെയും കാര്യം പറഞ്ഞില്ല, എൻ്റെ അമ്മ കാണിച്ച ആ ഒരു തൊര അത് ഞാൻ കണ്ടതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ അതിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പിള്ളേർ മാർക്ക് അവർ ജയിച്ചാലും തോച്ചാലും അവർക്ക് മനസ്സിലായില്ലേ, നമ്മളിപ്പോൾ അതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. എല്ലാവരും എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞമ്മയെ വിളിച്ച് ചോദിച്ചിട്ട് ആ ചുറ്റുവട്ടത്തുള്ള പിള്ളേരെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എത്ര A+ ഉണ്ട്, എത്ര B+ ഉണ്ട്, പാസ്സായോ, അടുത്ത് എന്താ എടുക്കാൻ പോണത്. പിന്നെ ഇതേ സംഭവം ഞാൻ 2 വർഷം മുന്നേ അനുഭവിച്ചതാണ്. ഞാൻ 10ലായിരുന്നപ്പോൾ ഇതുപോലെ ഒരുപാട് ടെൻഷൻ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം വഴി കൂടെ പോകുന്നവരും റോഡിൽ കൂടെ പോകുന്നവരും കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, റിസൾട്ട് എപ്പോൾ വരും, A+ എത്ര എണ്ണം. എനിക്ക് ഞാനന്ന് എന്താ പറയുക, 10ന്റെ റിസൾട്ട് വന്നതിന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ആവുമെന്ന്. കാരണം ബട്ട് എൻ്റെ അമ്മ, പ്രൗഡ് മൈ മോം, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, നീ ജയിച്ചില്ലെങ്കിൽ ഒന്നും ഒരു പ്രശ്നവും, നീ പേടിക്കേ വേണം, തോൽവി ചെയ്യാമൊന്നും ഒരു കാര്യമില്ല. സത്യമാണ്, അത് സത്യമാണ്. അല്ലാതെ എൻ്റെ അമ്മ നിനക്ക് A+ ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ തൂക്കിക്കൊല്ലും, അടിച്ച് ഇവിടെ നിന്ന് ഇറക്കി വിടും, അങ്ങനത്തെ ഡയലോഗ് ഒന്നും എൻ്റെ അമ്മ അടിച്ചില്ല ആ സമയത്ത്. അവർ പറഞ്ഞു തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, നീ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ ചെയ്ത അവർക്ക് എൻ്റെ അടുത്തുള്ള ഒരു വിശ്വാസം, എനിക്കത് അന്ന് മനസ്സിലായി. ഗൈസ്, ഈ റിസൾട്ട് ഒക്കെ പറഞ്ഞതിന് ഒരാഴ്ചയില്ല അതിന് മുന്നേ ആയിട്ട് അമ്മ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. എവിടെയാണെന്നോ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. എന്നെ കൊണ്ടുപോയിട്ട് അവർ ഒരു ജ്വല്ലറി ഷോപ്പിലാണ് കൊണ്ടുപോയത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പാർസൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. പൊളിസാണ് സ്വർണ്ണത്തിൽ ഗോൾഡിൽ. അപ്പോൾ റിസൾട്ട് പോലും വന്നിട്ടില്ല, നിങ്ങളതൊന്ന് ഓർക്കണം, എൻ്റെ അമ്മയുടെ ആ ഒരു സ്നേഹം. അവരെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയി ഞാനൊരു കൊലുസ് സെലക്ട് ചെയ്ത് അതെനിക്ക് വാങ്ങി തന്നു. ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാണ് ഇപ്പോൾ ഇത്? അത് നീ 10ാം ക്ലാസ് ജയിക്കുമല്ലേ, അപ്പം 10ാം ക്ലാസ് ജയിച്ചത് നിങ്ങൾ റിസൾട്ട് വന്നില്ലല്ലോ, റിസൾട്ട് വരണ്ട, എനിക്കറിയാം നീ ജയിക്കുമെന്ന്, നീ പാസ്സാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കറക്റ്റ് അതുപോലെ ഞാൻ പാസ്സായി. ഗൈസ്, എനിക്ക് 2 A+ ഉണ്ടായിരുന്നു. 2 A+ ആയിരുന്നു. ഞാൻ ഉള്ളത് പറയാല്ല, എനിക്ക് കൂട്ടി പറയണം അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ മാർക്ക് ഞാൻ പറയും, തോറ്റാലും ജയിച്ചാലും ഞാൻ ഉള്ളതുള്ള പറയും. കാരണം തോൽവി ജയം എന്നൊക്കെ പറയുന്നത് ഇപ്പം ഞാൻ ഇന്ന് തോറ്റ് കഴിഞ്ഞാൽ നാളെ എനിക്ക് ജയിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. മനസ്സിലായോ? എപ്പോഴും ജയിച്ചുകൊണ്ടിരുന്നതിന് നാളെ ഞാൻ ജയിക്കും, എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു അഹങ്കാരം ഉണ്ടാവും. പക്ഷേ തോൽവി എന്നാണ് നമ്മൾ ജയിക്കേണ്ടത്. ഞാൻ ഇന്ന് തോറ്റിട്ടുള്ളൂ ഗൈസ്. ബേസിക്കലി പറഞ്ഞില്ല, ഞാൻ ഇന്ന് തോറ്റ ഒരു ഇതേ എനിക്കുള്ളൂ. പരിചയം പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും തോറ്റും ഗൈസ്. കാരണം പഠിക്കാൻ അത്ര അല്ല ഞാൻ, അതുകൊണ്ട് തന്നെ പഠിക്കാറില്ല ഗൈസ്, അതുകൊണ്ട് തോൽക്കാറുണ്ട്. ഞാൻ എല്ലാത്തിനും തോൽക്കാറുണ്ട്. പക്ഷെ എൻ്റെ അമ്മ എനിക്ക് തന്ന ഒരു മോട്ടിവേഷൻ, അവരന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ, അവരന്നത് ചെയ്ത് നീ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് അവരെനിക്ക് വാങ്ങി തന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എൻ്റെ അമ്മ അങ്ങനെയാണ്. എൻ്റെ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്താവുമായിരുന്നു? ആ ഒരു 10ാം ക്ലാസ് സമയത്ത് സത്യം പറഞ്ഞാൽ എല്ലാ പാരൻസും കേൾക്കാൻ വേണ്ടിയിട്ടാണ്, പാരൻസും എല്ലാവരും സ്റ്റുഡൻസ് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ജയിക്കണതോ തോൽക്കണതോ നോക്കല്ലേ. ഇപ്പം 10ാം ക്ലാസ് ഒരുപാട് പിള്ളേർ ഇതുപോലെ മരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ 10ാം ക്ലാസ് എഴുതിക്കൊണ്ടിരുന്ന ആ ബാച്ചിലുള്ള ആ സമയത്ത് തന്നെ കുറേ പേര് മാർക്ക് കുറഞ്ഞു പോയി, പരീക്ഷ റിസൾട്ട് പറഞ്ഞതിൻ്റെ ടെൻഷനിൽ സൂയിസൈഡ് ചെയ്യാൻ നോക്കി. ഇതിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങളെല്ലാവരും എല്ലാ പാരൻസും എൻ്റെ അമ്മയെ പോലാണ്. മനസ്സിലായോ? കുട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് പഠിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് ചെയ്തതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇത്രയും കാലം വളർത്തിക്കൊണ്ടെന്ന് പഠിപ്പിച്ചതിൻ്റെയൊക്കെ ഉള്ള എല്ലാ ഇതും പോയിട്ട് ആ കുട്ടി മരിച്ചതിൻ്റെ വല്ല കാര്യം ഉണ്ടോ? ജീവനോടെ അത് പിന്നെ എക്സാം ചെയ്ത് ജയിക്കും, അല്ലെങ്കിൽ നാളെ ഇന്ന് തോൽക്കുന്നവനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ജയിക്കാൻ പോണവൻ. അത് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഇന്ന് തോച്ചവൻ നാളെ ജയിക്കും. എല്ലാ വിഷയത്തിനും A+ വാങ്ങിച്ചിട്ട് വലിയ ഇതൊക്കെ നല്ല ജോലിയൊക്കെ കിട്ടി ഭയങ്കര ഇതിൽ പോവും. നല്ല അച്ഛനമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛനമ്മയെന്ന് പറഞ്ഞാൽ എല്ലാവരും അച്ഛനമ്മയും നന്നായിട്ട് പഠിപ്പിക്കില്ലേ, പഠിപ്പിച്ച് നമ്മളൊരു നല്ല നിലയിലെത്തിക്കും. എന്നിട്ട് അവർ നല്ല ജോലിയൊക്കെ കിട്ടുമ്പം വേറെ രാജ്യങ്ങളിൽ പോയി അവിടെ ജോലി ചെയ്യും. പക്ഷേ നാട്ടിൽ കിടക്കുന്ന അച്ഛനും അമ്മയും ആരും മൈൻഡ് ചെയ്യാൻ പോകില്ല. ഈ ഇളയതല്ലെങ്കിൽ മൂത്തതായിട്ടുള്ള ഏതെങ്കിലും ഒരു സഹോദരങ്ങൾ കാണും, അവരെന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര വീക്കായിരിക്കും. അവരെന്നിട്ട് ഒരുമാതിരി താഴ്ത്തി കെട്ടിയുള്ള സംസാരവും കൊച്ചിലെ മുതലേ അവർ പഠിക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഇത് അനുഭവിച്ച് അടുത്ത ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു എന്താ പറയുക ബ്രദറിനെയായാലും സിസ്റ്ററിനെയായാലും അവരിതാക്കി അവരങ്ങ് പോകും. ലാസ്റ്റ് ഒരു ഘട്ടം വരുമ്പം ഈ പഠിച്ച് ഭയങ്കര ഇതാക്കി വളർത്തിയെടുത്ത് ജോലി വാങ്ങിച്ചു ഇംഗ്ലണ്ടിലൊക്കെ കയറി പോകുമ്പം ഈ പഠിക്കാതെ മാർക്ക് വന്ന് വീട്ടിൽ കിടന്ന ഈ മക്കളായിരിക്കും ഈ പറയുന്ന അമ്മ അച്ഛനെ നോക്കുന്നത്. ദാറ്റ്സ് റിയാലിറ്റി. ഓക്കെ, അതാദ്യം മനസ്സിലാക്കണം. നമ്മളെ മക്കൾ നമ്മൾ വേണം സ്നേഹിക്കാൻ, അവരെ വിശ്വസിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർ ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ജയിച്ചാലും തോറ്റാലും എത്ര മാർക്ക് പറഞ്ഞാലും A+ ഇല്ലെങ്കിലും എന്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു പാരൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫും നല്ല രീതിയിലാണ്. എല്ലാ പാരൻസും അങ്ങനെ ആയിരിക്കണം. കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായോ? അല്ലാതെ അവരെ ഇങ്ങനെ പടി വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചാൽ മതി. എൻ്റെ വീട്ടിൽ പറയും, എൻ്റെ വീട്ടിൽ നിനക്ക് വേണമെങ്കിൽ പടി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം, നിനക്ക് ആവശ്യമുള്ളവരെ പഠി. ഞാൻ പറയാം, അമ്മ എനിക്ക് ഇത് പഠിക്കണം അത് പഠിക്കണം. അവരെന്തൊക്കെ ചെയ്തിട്ട് ആരെ കൊന്നിട്ടായാലും അവർ പഠിപ്പിക്കും. മനസ്സിലായോ? നിനക്ക് ഇഷ്ടമുള്ളവരെ പഠി, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ജയി. എൻ്റെ വീട്ടിൽ പഠിക്കാൻ പറയൂലേ എന്നല്ല, എന്നിട്ട് പറയും നിനക്ക് പഠിക്കാവുന്നില്ലേ കുട്ടി, നിനക്കൊന്നും പഠിക്കാനില്ലേ, നിനക്കടുത്ത് 2 അക്ഷരം പഠി, അല്ലെങ്കിൽ 4 അക്ഷരം പഠി. എൻ്റെ അപ്പൂപ്പനും അമ്മയും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പറയും. പക്ഷേ ഒരു സമയം എത്തുമ്പോഴത്തേക്കും പറയേണ്ടത് അവർ പറയും. പക്ഷേ ഒരു വളർന്ന് ഇപ്പം എൻ്റെ എത്ര ഇതാണ് ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുവാണ്. എനിക്കിനി റിസൾട്ട് വരും. ഇപ്പോഴേ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അന്വേഷിച്ചു തുടങ്ങി, റിസൾട്ട് വന്നില്ലേ. ഞാൻ റിസൾട്ട് വരുമ്പോൾ പറയും, ആരും അന്വേഷിക്കണ്ട. എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ എന്നെ ഇപ്പം എനിക്ക് റിസൾട്ട് വരാറായി. എൻ്റെ വീട്ടുകാർ ഒരു കുലുക്കവും ഇല്ല. നിനക്ക് എന്താ റിസൾട്ട് പറഞ്ഞത്? എൻ്റെ അടുത്ത് ഇന്നലെ അമ്മ ചോദിച്ചു, എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞത്. എല്ലാവരും ചോദിക്കുന്നില്ല എന്താണ് റിസൾട്ട് പറഞ്ഞത് എന്ന് അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ആരും ജയിച്ചാലും അവർ എന്തൊക്കെ ചെയ്താലും എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരെന്നെ പഠിപ്പിക്കും.
പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും ജോലി വാങ്ങിക്കാൻ അങ്ങനെ വല്ല കരിയർ ആയിട്ടുള്ള വല്ല ഇതിന് വിടും. നിനക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യുക, പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരി, അവർ ചോറ് തരും. എനിക്ക് ഒരു കുറവില്ല. എനിക്ക് ആവശ്യത്തിന് തിന്നാനും തരണുണ്ട്, കൊടുക്കാനും വസ്ത്രമുണ്ട്, എന്നെ നല്ലതുപോലെ ഇവരെ നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേനെ കൂടെ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ സേഫാണ്, എനിക്ക് സുഖമാണ്, സന്തോഷമാണ്, സമാധാനമായിട്ട് ജീവിക്കുന്നു. എന്നാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. മനസ്സിലായോ? ഒരു ജോലിയില്ല സത്യം ഉണ്ടെങ്കിൽ. ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കുക, കിടക്കുക, ഉറങ്ങുക, എഴുതുക, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാലടിച്ച് പിന്നെ റീൽസ് കണ്ടോണ്ടൊക്കെ ഇരിക്കും ഗൈസ്. അല്ലാതെ എനിക്ക് വീട്ടിൽ പണിയില്ല. എന്നാ അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെയൊന്നും പറയില്ല. നിനക്ക് വേണമെങ്കിൽ ചെയ്യും, നിനക്ക് വേണമെങ്കിൽ. അവർ പറയില്ലെന്നല്ല ഗൈസ്, പറയും 1-2 വട്ടമൊക്കെ പറയാം. പിന്നെ അവരങ്ങ് വിടുന്നത് നിനക്ക് വേണമായി ചെയ്യും. ആർക്ക് വേണ്ടി നമ്മളാരും നിർബന്ധിക്കില്ല. അതുപോലെ തന്നെ ഈ 10 കഴിഞ്ഞ പിള്ളേരെടുത്ത് എല്ലാം അച്ഛനമ്മമാരും പറയണതാണ് സയൻസ് എടുക്കണം, സയൻസ് എടുത്ത് പഠിച്ചാൽ മതി, ബയോമാക്സ് എടുത്ത് പഠിക്കണം, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഈ പാരൻസും കുട്ടികളും കേൾക്കാനുള്ളതാണ്, നിങ്ങൾ പറഞ്ഞ് ഓരോ സബ്ജക്റ്റ് എടുപ്പിക്കുന്നതല്ല കാര്യം. അവർക്ക് ഇഷ്ടപ്പെട്ട് അവരൊരു കാര്യം പഠിക്കണം, അവർ അതനുസരിച്ചാണ് ഇനി അങ്ങോട്ട് ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. മനസ്സിലായോ? ഇപ്പം സയൻസ് എടുക്കാൻ പിന്നെ കുട്ടിക്ക് അത് ആഗ്രഹം ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ വല്ല കൊമേഴ്സോ ആർട്ടോ അല്ലെങ്കിൽ അങ്ങനെ IT വല്ല പഠിക്കാനായിട്ട് താല്പര്യം, അങ്ങനെ വിടുക, അവരെ ഇഷ്ടത്തിന് വിടുക. അവസാനം നമ്മൾ പാരൻസ് ഓരോന്ന് പറഞ്ഞ് അവരെ തലമണ്ണെ കൊണ്ട് കെട്ടി വെച്ച് അവസാനം അവർക്ക് വല്ല ഡിപ്രഷനും അടിച്ച് വല്ല അതൊക്കെ ഉണ്ടാക്കിയ തന്നെയല്ലേ ഇതൊക്കെ കാണുന്നത് അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ നല്ലതായിട്ട് നടക്കണമെന്നാണ്, അത് അവർ പ്രാന്ത് പിടിച്ചതുപോലെ കരഞ്ഞോട് നടക്കണമെന്നാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, പാരൻസിൻ്റെ അടുത്താണ്. ഇപ്പം നിങ്ങൾ നിർബന്ധിച്ചൊരു സബ്ജക്റ്റ് എടുപ്പിക്കുകയാണ്, ലാസ്റ്റ് അവർ പഠിക്കാൻ പറ്റാതാകുമ്പോഴത്തേക്കും വല്ലതും പറയുമ്പോൾ പറയും നിങ്ങൾ നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തത്, എനിക്ക് വേണ്ടായിരുന്നിട്ട് നിങ്ങൾ നിർബന്ധിച്ചതിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തത്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തതിൻ്റെ പിറകെ നിങ്ങൾ ഓരോ വർഷം തോറും ഇതിൻ്റെ ബുദ്ധിമുട്ട് എപ്പോഴൊക്കെ ഇത് ഇങ്ങനെ സബ്ജക്റ്റ് പഠിച്ചാൽ ബുദ്ധിമുട്ടുണ്ടോ ഈ പറയുന്ന 2 വർഷവും നിങ്ങൾ ഇതിനെ കേൾക്കരുത്. അമ്മ പറഞ്ഞില്ലേ ഞാൻ ഇതെടുത്തത്, അച്ഛൻ പറഞ്ഞില്ലേ ഞാൻ ഇതെടുത്തത് എന്ന് പറയും. അങ്ങനെ നിങ്ങൾ നിൽക്കരുത്. അതുപോലെ തന്നെ കുട്ടികളായാലും ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിക്കാം. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്താണ് പഠിച്ചത്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, മാത്സ് ഇല്ലാത്ത സബ്ജക്റ്റ് എടുക്കാൻ നോക്കിയതാണ്. ബട്ട് ഗൈസ് കമ്പ്യൂട്ടർക്ക് ബസ്, പക്ഷേ എന്ത് ചെയ്യാനാ, അതിൽ മാത്സ് ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ കൊള്ളാം, ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ പാടുണ്ട്. പക്ഷെ പഠിച്ചു എന്നെ പോലെ ഉഴപ്പി നടന്നാൽ ഒന്നും നടക്കില്ല. ഞാൻ +1 പഠിച്ചില്ല ഗൈസ്, അതുകൊണ്ട് എനിക്ക് സപ്ലി ഉണ്ടായിരുന്നു. പറയുന്നത് സപ്ലിയുടെ മാർക്ക് വന്നായിരുന്നു ഗൈസ്, 2 കിട്ടി വരണം. അക്കൗണ്ടൻസി 3 എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ, അത് 2 കിട്ടി, 1 പോയി അക്കൗണ്ടൻസി പോയി. അതിന് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് +1 നല്ലതുപോലെ പഠിച്ചിട്ട് മാർക്ക് എടുക്കാൻ നോക്കും. കാരണം +1 പഠിച്ച് മാർക്ക് എടുത്താൽ എടുത്തു. +1 കുറച്ച് ഇതാണ്, എളുപ്പമാണ്. +2 അതുപോലെ അല്ല ഗൈസ്, കുറച്ച് ടാസ്ക്കാണ്, പഠിക്കാനും പാടാണ്. ഞാൻ അതുകൊണ്ട് +1 നല്ല വൃത്തി കളിച്ച് നടന്നു. +2 ആയപ്പോഴത്തേക്കും കിട്ടി നല്ലപോലെ. കാരണം സപ്ലി ഉണ്ട്, അത് പഠിക്കണം, എല്ലാം കൂടെ തേഞ്ഞ് കൊട്ടിയ. അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ പഠിക്കാൻ ശ്രമിക്കുക. ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിട്ട് പഠിക്കണം. ബേസിക്കലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിന് നല്ലതായിരിക്കും, പിന്നെ പാരൻസിന് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളായിരിക്കണമെങ്കിൽ കേൾക്കണമാരുടെ അടുത്ത് അച്ഛന്മാരുടെ അടുത്ത് നമ്മൾ തലയിൽ കൊണ്ടിട്ട് കൊടുക്കാം എന്നും പറഞ്ഞ് ഒരു പിള്ളേർ അങ്ങനെ എടുക്കരുത്. കാരണം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾ ചൂസ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളത്. പിന്നെ +2 ഒന്നുമല്ല എന്ന് ഞാനിപ്പോൾ പറയും. +2 ബേസാണ് ഗൈസ്, അങ്ങനെയൊന്നുമല്ല, ഒന്നുമല്ലെന്നല്ല, ഒരു ബേസാണ്. 10ഉം +1ഉം +2ഉം എല്ലാം ലൈഫിൻ്റെ ഒരു ഇതാണ്. ഞാനിപ്പോൾ പിന്നെ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞ് തേഞ്ഞോട്ടിരിക്കുകയാണ്. പിന്നെ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിഷമം എനിക്കുള്ളൂ. അങ്ങനെ സ്കൂൾ ജീവിതം കഴിഞ്ഞു ഗൈസ്. ഒന്നും കൂടെ ബാക്ക് അടിച്ച് റിവൈൻഡ് അടിച്ച് പോയാലെന്ന് കാലിക്കുന്നത് 24 വാച്ച് കിട്ടിയിരുന്നെങ്കിൽ.